1978 കുളിരുള്ള ഒരു പ്രഭാതം. കീഴുമുക്കിൽ നിന്ന് പാറമ്മൽ സ്കൂളിലേക്കുള്ള ചെമ്മൺ പാതയിലൂടെ കുട്ടികൾ ഇലാസ്റ്റിക് വലിച്ചു കുടുക്കിയ പുസ്തകക്കെട്ടുകളുമായി കലബല പറഞ്ഞ് പരക്കെ നടക്കുകയാണ്. കുണ്ടും കുഴിയുമുള്ള ഈ റോഡിലൂടെ വാഹനങ്ങൾ വല്ലപ്പോഴുമേ വരാറുള്ളൂ. സ്കൂളിനടുത്തെത്താറായി. പൂമുഖമാണ് നമ്മെ ആദ്യം സ്വീകരിക്കുന്നത്. ആനപ്പുറം പോലുള്ള പാറമ്മൽ കാലെടുത്ത് വെക്കുമ്പോഴേക്കും കുട്ടികളുടെ ബഹളം കേൾക്കാം. ആർത്തലയ്ക്കുന്ന അറബിക്കടൽ പോലെ. പൂമുഖം മുതൽ താഴെ അത്തിമരം വരെ തഴച്ചു വളരുന്ന മൈലാഞ്ചി ചെടികൾ. പച്ചപിടിച്ചു നിൽക്കുന്ന ഈ മൈലാഞ്ചി ചെടികൾ അതിലെ പോകുന്നവരുടെ തട്ടം പിടിച്ച് വലിക്കുമായിരുന്നു. പടിഞ്ഞാറ് ഭാഗം വിവിധ ഇനം ചെമ്പരത്തികൾ. പാറയുടെ കറുത്ത വെള്ളഭാഗം മുഴുവനും മൈലാഞ്ചി അരച്ച വെള്ളപ്പാടുകൾ. പാറക്കുണ്ടിലെ സമൃദ്ധമായ തെളിനീരുറവുകൾ. അവർ വെള്ളിയിലെ കൊമ്പിളുകളിൽ പനിനീർ വെള്ളം ശേഖരിച്ചു. അത് അരക്കാനും കഴുകാനും മാത്രമല്ല, വെള്ളിയിലകളിൽ പളുങ്കുമണികൾ നൃത്തം ചെയ്യുന്നത് കാണാനുമായിരുന്നു. അരവുകല്ലുകൾ ഓരോരുത്തരും കഴുകി വൃത്തിയാക്കി ഒളിപ്പിച്ചു വെക്കാൻ നല്ല മിടുക്കായിരുന്നു അവർക്ക്. പൂമുഖത്തെ ഇരുത്തിയിൽ ശങ്കരക്കുറുപ്പ് ചമ്രം പടിഞ്ഞിരുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു. ചുറ്റും കുട്ടികൾ. പാറമ്മയുടെ തലങ്ങും വിലങ്ങും കുഞ്ഞുങ്ങൾ കുസൃതി കാട്ടിയും നിഷ്കളങ്കമായി ചിരിച്ചും നടന്നു നീങ്ങുകയാണ്. അമ്പലത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ജാന ടീച്ചർ കുട്ടികളും വരാൻ സമയമായി. ഇരുഭാഗത്തുമുള്ള കൊള്ളുകളിലെ മേലെ നിന്നും ചായപ്പുല്ലുകളും തടിച്ച കൂരിവടി തണ്ടുകളും ചേർന്ന് മേൽക്കൂരകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഉച്ച സമയത്ത് പോലും അതിലെ നടന്നു പോകാൻ പേടിയായിരുന്നു. പാറക്കുണ്ടിനടുത്ത് കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും പവിയും ചെന്നു നോക്കി. വലിയ ചേറുമീനുകൾ ഉണ്ടത്ര ഇതിൽ. എത്ര നോക്കിയിട്ടും കാണാതായപ്പോൾ പവി പറഞ്ഞു, വാടാ നമുക്ക് പോവാം. അവൻ എന്റെ കൈ പിടിച്ചു വലിച്ചു. ക്ലാസ്സിലെത്തി പുസ്തക ചുമട് ഇറക്കി വെച്ച് ഒന്ന് നെടുവേർപ്പെട്ടു. ഗോപാലൻ നായർ മാഷ് ലീവാണെന്ന് ഗോപനാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് രാജൻ സീട്ടിയും പ്രദീപനും ഏറ്റു പറഞ്ഞു. വായനയും കോപ്പി വരയും ഹോംവർക്കും ഒന്നും വേണ്ടല്ലോ. ക്ലാസ് മുഴുവൻ സന്തോഷത്തിൽ ആറാടുകയാണ്. തീരെ തളർന്നുവെന്ന് കണ്ടപ്പോൾ ഞാനും മോഹനും സീറ്റിൽ തന്നെ വന്നിരുന്നു. ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നതും പത്മനാഭക്കുറുപ്പ് മാസ്റ്റർ ചൂരൽ വീശിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തതും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ മുടിനാരഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നേ പറയണ്ടു. ആനന്ദ നൃത്തക്കാരുടെ ചന്തിയിലും കാലിലും ചൂരൽ ആഞ്ഞു പതിച്ചു. ഒരൊറ്റ അട്ടഹാസമായിരുന്നു മാഷ്. ക്ലാസ് നിശബ്ദമായി. മാഷ് പോയെന്ന് കണ്ടപ്പോ രക്ഷപ്പെട്ട ഞങ്ങൾ രണ്ടുപേരും തല്ലുകൊണ്ടവരെ നോക്കി മുഖം പൊത്തി ചിരിച്ചു മണ്ണ് കപ്പി. ജാന ടീച്ചറായിരുന്നു അന്ന് ക്ലാസ്സിൽ വന്നത്. ടീച്ചറുടെ പച്ച ഷിഫോൺ സാരിയും ഭംഗിയായി മെടഞ്ഞു വെച്ച നീണ്ട മുടിയും ക്ലിപ്പും എല്ലാം നല്ല ചേർച്ചയായിരുന്നു. അറ്റൻഡൻസ് വിളി കഴിഞ്ഞ് വളരെ പ്രസിദ്ധമായ കൂവമേ ഡാലോ എന്ന ഹിന്ദി കഥ ഭാവാഭിനയത്തോടുകൂടി ടീച്ചർ അവതരിപ്പിക്കുകയാണ്. മോഹനും ശശീന്ദ്രനും അപ്പോഴും തല്ലുകൊണ്ടവരെ നോക്കി സഹിക്ക വയ്യാതെ തല താഴ്ത്തി പിടിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു. പിരീഡുകൾ 2 കഴിഞ്ഞു. ഇന്റർവെൽ സമയമായി. തടിയും മൂക്കുമുള്ളവർ അട്ടിയാൻ പൊട്ടിയാൻ കളി തുടങ്ങി. ശ്രീനിക്ക് എപ്പോഴും അസുഖമായിരുന്നുവല്ലോ. വളരെ സ്നേഹമുള്ളവനായിരുന്നു അവൻ. എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മധുരപ്പുളി എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. മിക്കവാറും 2 വാളും പുളികൾ കാണും. അതിലൊന്ന് ആരും കാണാതെ മുഴുക്കെ ഞാൻ തന്നെ ഭക്ഷിക്കും. ഒരെണ്ണം എല്ലാവർക്കുമായി പങ്കുവെക്കും. ശ്രീനിയും ശശീന്ദ്രനും സ്കൂളിന്റെ താഴെ ഗ്രൗണ്ടിൽ മുഖാമുഖം നിന്ന് വർത്തമാനത്തിലാണ്. മേനഗോപിയുടെ പിന്നിൽ അവന്റെ ഷർട്ട് വലിച്ചു പിടിച്ച് വണ്ടി ഓടിക്കുകയായിരുന്ന ഞാൻ ശശീന്ദ്രന്റെ അടുത്തെത്തിയതും ഒരു കുസൃതിക്ക് വേണ്ടി അവന്റെ പുറകിൽ ശക്തമായി തള്ളിയതും ഒരുമിച്ചായിരുന്നു. തത്തക്കൊക്ക് പോലെ പുറത്തേക്ക് ചാടിയ ശ്രീനിയുടെ മേലെ നിരയിലുള്ള 2 പല്ലുകൾ ശശീന്ദ്രന്റെ നെറ്റിയിൽ ചെന്ന് പതിച്ചത് ഞാൻ അറിഞ്ഞതേയില്ല. കരിക്ക് പൊട്ടിയതുപോലെ ചോര കുടുകുടാ ഒലിക്കുകയാണ്. ശശീന്ദ്രന്റെ മുഖവും ഷർട്ടും മുഴുവൻ ചോരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ദുരന്തത്തിൽ എന്റെ മുട്ടുകാൽ വിറക്കാൻ തുടങ്ങി. എന്റെ അവസാനം അടുത്തുവെന്ന് ഞാൻ നിശ്ചയിച്ചു. പ്രതിയായ എന്നെ എല്ലാവരും ചേർന്ന് തൂക്കിപ്പിടിച്ച് പത്മനാഭക്കുറുപ്പ് മാഷെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഓടിച്ചെന്ന് ശശീന്ദ്രന്റെ തലയിലെ മുറിവിൽ അമർത്തിപ്പിടിച്ചു. എന്റെ കൈയിലൂടെ ചോര കുടുകുട ഒലിച്ചിറങ്ങുകയാണ്. കൈകളും ഷർട്ടും ചോരയിൽ മുങ്ങിക്കുളിച്ചു. ഞാൻ ശശീന്ദ്രന്റെ നെറ്റിയിൽ നിന്ന് കൈയെടുത്തതേയില്ല. ചോര കണ്ടിട്ട് തല കറങ്ങുന്നത് പോലെ തോന്നി എനിക്ക്. പൂമുഖത്തെത്തും വരെ ഞാൻ കൈയെടുത്തതേയില്ല. മുറിവിൽ അമർത്തിപ്പിടിച്ചു. സാക്ഷികളായവർ മുഴുവൻ എന്റെ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. അധ്യാപകരെല്ലാവരും ഓടിയെത്തി. ശശീന്ദ്രനേക്കാൾ ചോരയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന എന്റെ നേരെയായിരുന്നു എല്ലാവരുടെയും നോട്ടം. പത്മനാഭക്കുറുപ്പ് മാഷ് ചൂരലുമായി പുറത്തിറങ്ങി. ഗോവിന്ദൻ മാസ്റ്റർ അവനെ ഇരുത്തിയിൽ കിടത്തി മുറിവ് കെട്ടി. അമ്മു ടീച്ചർ എവിടെ നിന്നോ ഒരു ഗ്ലാസ് വെള്ളവുമായി ഓടിയെത്തി. പൂമുഖമാകെ ബഹളം. കുട്ടികൃഷ്ണക്കുറുപ്പ് മാഷ് കേസ് വിസ്താരം തുടങ്ങി. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു.
ഇനിയുള്ള ഓരോ നിമിഷവും എനിക്ക് നിർണായകം തന്നെയാണല്ലോ. കൊലക്കയറിലേറ്റാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ എനിക്ക് തലവേദനിക്കുന്നത് പോലെ തോന്നി. ആരും എന്റെ പേര് പറഞ്ഞില്ല. ആശ്വാസത്തിന്റെ നേരിയ കിരണങ്ങൾ ഞാൻ എവിടെയോ കണ്ടു. കുട്ടികൾ കൃഷ്ണക്കുറുപ്പ് മാഷ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിച്ചു. ഈ കേസിന് ഒരു നിയത രൂപം കിട്ടുന്നില്ലല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഒന്നുമല്ലാതെ ഈന്തിന്റെ മുകളിലെ തേനീച്ചക്കൂട്ടിൽ നോക്കുകയായിരുന്ന ഗോപിയോട് ചോദിച്ചു, നീ കണ്ടിരുന്നു ഗോപി? അവൻ നിസ്സംശയം പറഞ്ഞു. ശ്രീനി തന്റെ തത്തക്കൊക്ക് പോലുള്ള മുകൾ നിരയിലെ പല്ലുകൾ കൊണ്ട് ശശീന്ദ്രന്റെ തറയിൽ ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന്. കേസിന്റെ ഗതിവിഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. അവന്റെ തല ചെന്നടിച്ച് ചോര വരുന്നത് മാത്രമേ ഗോപി കണ്ടിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. മാഷ് ശ്രീനിയുടെ നേരെ തിരിഞ്ഞു. ഓഹോ, എന്നിട്ട് നീ ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുകയാണ് അല്ലടാ? പാവം ശ്രീനിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ പുലർന്നു വന്നവനെ പോലെ നാലുപാട് നോക്കി. കരൾ രോഗബാധിതനായതിനാൽ അവന്റെ വയറ് വീർത്ത് ശരീരം ശോഷിച്ചിട്ടായിരുന്നു. രോഗിയായതിനാൽ തല്ലുകിട്ടാതെ രക്ഷപ്പെട്ടു. വീട്ടുകാരെ വിളിപ്പിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന വാണിങ്ങും. പാറമ്പിൽ പീടികയിലെ കൃഷ്ണട്ടനും വഴിപോവുകയായിരുന്ന പടിഞ്ഞാറത്തെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ മാഷും ബഹളം കേട്ട് സ്കൂളിൽ ഓടിയെത്തി. അവരെല്ലാം കണ്ടിരുന്നു. അവസാനം പറഞ്ഞു, ആ കുട്ടിയെ നാം അഭിനന്ദിക്കേണ്ടതല്ലേ മാഷെ? കുപ്പായവും മേലും മുഴുവനും ചോരയിൽ മുങ്ങിക്കുളിച്ചിട്ടും അവൻ ആ നെറ്റിമുറിഞ്ഞ കുട്ടിയുടെ നെറ്റിയിൽ നിന്ന് കൈയെടുത്തില്ലല്ലോ. ഒരു ജീവൻ രക്ഷിച്ചതിന്റെ തുല്യമല്ലേ അത്? സ്കൂൾ അസംബ്ലിയിൽ പൂച്ചെണ്ടുകൾ നൽകി ആദരിക്കണം ഇവനെ. ഒരു മാതൃകയാവട്ടെ മറ്റുള്ളവർക്ക്. അപ്പോഴേക്കും എല്ലാവരുടെയും നോട്ടം എന്റെ നേരെയായിരുന്നു. ധീരനായ ഒരു യോദ്ധാവിനെ പോലെ ഞാൻ മെലിഞ്ഞു നിന്നു.